പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി നരകം കണ്ടപ്പോ ആ നരകത്തിലെ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകത്തിൽ കൂടുതലും ആണുങ്ങളല്ല, പെണ്ണുങ്ങളാ സഹോദരിമാര്. അതുകൊണ്ടാണ് വയത് പറയുമ്പോ നിങ്ങളോട് ഇത്തിരി കടുത്ത ഭാഷയിൽ ഉപദേശിക്കുന്നത്. നരകത്തിൽ കൂടുതലും പെണ്ണുങ്ങളാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തലയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അതാ പടച്ച റബ്ബ് ഒരു തൊപ്പി ധരിപ്പിക്കുകയാണ്. നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി പെണ്ണിന്റെ തലയിൽ വെക്കുകയാണ്. അവള് വ്യഭിചരിച്ചവളല്ല, അവള് കഞ്ചാവടിച്ചവളല്ല, അവള് ശിർക്ക് ചെയ്തവളല്ല, അവൾ അഹങ്കാരിയെ പോലെ നിസ്കരിക്കാതെ നടന്നവളല്ല. അല്ലാഹുവാ തലയിൽ നരകത്തിന്റെ തൊപ്പി വെക്കുന്ന പെണ്ണ് ചെയ്ത പാപമെന്താ? അവളുടെ തലമുടി പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നതിനാ പെങ്ങള്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ഇതൊക്കെ കള്ളമാണെന്ന് പറയാ, ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയാ. ഇൻസ്റ്റാഗ്രാമിൽ കയറി വീഡിയിടുന്ന മുസ്ലിം ഉമ്മത്തേ, മക്കളെ എന്തു പറ്റിയടോ? പണ്ടൊരു ഫോട്ടോ എടുക്കാൻ പേടിയായിരുന്നു, ഇന്ന് റീലെടുത്തിട്ട് പടച്ചവനെ സൈറം ലൈക്കും തെണ്ടുന്ന കാലമാ. മുസ്ലിം ഉമ്മത്ത് വല്ലാത്ത ഒരു കാലത്താണ്. ഒരു ഭയമില്ലടോ, തലമറയ്ക്കുന്നതിന്ന് പടച്ചവനെ പെണ്ണുങ്ങളങ്ങ് മറന്നു പോവുകയാ. ഷാളെന്ന് പറയുന്നത് തോളത്തിടാൻ വേണ്ടിയുള്ളതാണ്. ഇന്ന് പെണ്ണുങ്ങൾ അധികം പേരും ഇങ്ങനെ ഷോളത്തിരിടും, ഷോൾ ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് നടക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിയൊക്കെ മാറിപ്പോയി. പണ്ടായിരുന്നു അതൊക്കെ. പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന രണ്ട് സമയങ്ങളുണ്ട്. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, ഏത് പെണ്ണും ഏകദേശമുള്ള ഏത് പെണ്ണും ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തുണിയിടും. ഉസ്താദിനെ കാണുമ്പോഴും പണ്ടത്തെ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടും. എന്തിനാന്ന് എനിക്കറിയില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തുണിയിടണമെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്റെ ഉമ്മാമാരോട് ചോദിക്കുക. ഇവിടെ ഒരുപാട് ഉസ്താദന്മാരിരിക്കുന്നുണ്ട്. എടാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് തല മറച്ചിരിക്കണം പെണ്ണുങ്ങൾ, ഇല്ലെങ്കിൽ നരകത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉസ്താദിനെ കാണുമ്പോ ഒരു ഒപ്രാടുണ്ട്. എന്താ ഉസ്താദ്? എന്താ അല്ലായ? ഉസ്താദ് എന്താ അല്ലായ? ഉസ്താദിനെ കാണുമ്പോ തല മറയ്ക്കണമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചത്? മറയ്ക്കുവാണെങ്കിൽ എപ്പോഴും മറയ്ക്കണം. അതങ്ങനെ ബാങ്ക് വിളിക്കണ സമയത്ത് ഒരു ഒപ്രാളുണ്ട്. ഷാളിവിടെ, ഷാളിവിടെ, ഷാളിവിടെ. മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടുക്കള നിൽക്കുമ്പോഴും ഒപ്രാളം. അങ്ങനെ ചിലപ്പോ ഇങ്ങനെ കിട്ടുന്ന ആകെ ഒരു ഷാളായിരിക്കും. മോൾ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വാ മോളെ, ഉമ്മായി മോളും കൂടെ 50-50 ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ കഴിഞ്ഞു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ തലയിൽ തുണിയിടേണ്ട, കഴിഞ്ഞുവല്ല, സ്വർഗത്തിൽ പോയി. പെണ്ണുങ്ങളെല്ലാം സ്വർഗത്തിൽ പോയി. ഉസ്താദിനെ കാണുമ്പോ, പണ്ടൊക്കെ ഉസ്താദിനെ കാണുമ്പോ എന്തൊരു വെപ്രാളവാ തലയിൽ തുണിയിടാൻ. സുബ്ഹാനല്ലാഹ്. ഞാനൊരു കല്യാണത്തിന് പോയി, ഒരു കഥയുണ്ട്. പോട്ടെ, ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നു, ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നു, പറയാൻ വയ്യ. അല്ലാഹു കാത്തിരശുമാറാകട്ടെ. ഞാൻ ഒരിക്കലും കല്യാണത്തിന് പോയപ്പോ പടച്ചോനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. എന്നെ കണ്ട ഉടനെ ഒരു താത്ത ചാടി എഴുന്നേറ്റ്, എന്നെ കണ്ടതും സാരി ഉടുത്തിട്ടിരിക്കുക. താത്ത പെട്ടെന്ന് ഷാള് ആ സാരിയുടെ ഒരു തുമ്പെടുത്ത് തലയിലിട്ടു. അപ്പൊ ഞാൻ കയറി പോകുമ്പോ കൂട്ടുകാർ അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ പറയുന്നുണ്ട്, നോക്കടാ 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 നോക്കടാ. ഞാൻ വെച്ച് എന്താ ഇത്ര പെട്ടെന്ന്? എടാ, ഞാൻ അങ്ങോട്ട് ആഡിറ്റോറിയത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു സഹോദരി പെട്ടെന്ന് വെപ്രാളത്തിൽ എന്നെ കണ്ടതും മാറിയിട്ട് തലയിലേക്ക് സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ തലയിലിട്ടു. ഇത് കണ്ടപ്പോ ചെറുപ്പക്കാർ പറയുന്നു നോക്കാൻ. പടച്ചവന് ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു ആ താത്ത തലയിൽ തുണിയിടുണ്ടായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താണ് കാരണം? എന്തേ? ബാക്കി കൂടെ അറിഞ്ഞിരുന്നത് കൂടെ തുറന്നു. അതാ അവസ്ഥ. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോ, പണ്ടായിരുന്നു ഉസ്താദിനെ കാണുമ്പോ, ഇപ്പൊ പിന്നെ ഉസ്താദ് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നേരെ ഇരിക്കും. കൂടെ കാണട്ടെ, ഇവന്മാരല്ലേ കയറിയിട്ട് വയലു പറയണത്. എടാ, ഉസ്താദാണെങ്കിൽ മടിയിൽ കയറിയിരിക്കും. എന്റെ അനുഭവം വെച്ച് ഞാൻ പലപ്പോഴും കാണുന്ന ട്രെയിനിലൊക്കെ കയറുമ്പോ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്താണെന്നറിയോ, എന്ത് അഹങ്കാരം എന്നറിയോ? ഇതുപോലെ അഹങ്കാരം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുന്നവനെ പരിഹസിക്കുന്ന കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണുങ്ങളെ പറയുമ്പോ ആണുങ്ങളൊക്കെ ഇരിക്കുന്നു, ചിരിക്കുന്നു. ആണുങ്ങളുടെ വസ്ത്രം പറയണ്ട. രാത്രി എങ്ങാനും വീടിന്റെ പുറത്തൊരു ശബ്ദം കേട്ടാൽ വീടിനകത്ത് നിന്ന് ചാടി ഇറങ്ങുമ്പോ പടച്ചോന് ഇത്രയുള്ള സായിപ്പിന്റെ വെറുമ്പോടെ ഇട്ടുണ്ട നടക്കണേ, നിക്കർ ഇട്ടുകൊണ്ട് ചെറുപ്പക്കാര്. ഇതൊക്കെ ഒരു ഫാഷനായി മാറിയുന്നു. ഇതൊക്കെ ഫാഷന്. ഓൻ ബൈക്കിൽ പോകുമ്പോഴേക്കും നടക്കും. നാണമെന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ നിക്കർ വിട്ട് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം അവിടെ നാണോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എന്തൊന്നും ഇല്ലെങ്കിലും
അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഉളുപ്പെന്ന് പറയുന്നത്. പരസ്യമായി റോഡിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്കുന്നില്ലേ? സായിപ്പിനും മാതാവിനെയും കുറ്റം പറയുന്ന എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ തന്നെ ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ വീടിന്റെ അകത്ത് ധരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് നോക്കിക്കേ, പ്രായപൂർത്തിയായ മകളുടെ മുമ്പിലൂടെ കൂടപ്പറപ്പ് നിക്കറിട്ടുകൊണ്ട് പോവാ. ആ വീട്ടില് ഈമാനുള്ള ഒന്നില്ലാതെ പോയല്ലോ, അതാ സങ്കടം. പ്രായപൂർത്തിയായ തന്റെ പൊന്നാര മകൾ 15ഉം 18ഉം വയസ്സുള്ള മകളുടെ കൂടെ 20കാരൻ നിക്കറ് വിട്ടുകൊണ്ട് നടക്കുന്നു. അതൊന്ന് തിരുത്താൻ ആ വീട്ടിൽ ഒരെണ്ണമില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ സ്വന്തം മകള് നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകും. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിട്ട് വീടിനകത്ത് നടക്കുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തലയിൽ തുണിയിടാത്ത കഥയല്ല ഞാൻ പറയുന്നത്. ഉമ്മ, നീ കണ്ണു തുറന്നൊന്ന് നോക്ക് നിന്റെ മകളുടെ ശരീരത്തിന്റെ വളർച്ചകൾ. ആ വസ്ത്രം ഈ ബനിയനും ഇട്ട് നിന്റെ മകൾ ഇങ്ങനെ കൂടപ്പറപ്പിന്റെ തോളിലും കൈയിട്ട് ഇങ്ങനെ നടക്കുക. ഭക്ഷണം കഴിക്കാമെന്നിരിക്കുമ്പോ ഇറങ്ങി വരുന്ന രംഗം കണ്ട സങ്കടം തോന്നാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്യമായി ഇങ്ങനെ വീടിന്റെ അകത്ത് നടക്കുമ്പോ ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും ചോദിക്കും, സിറാജേ കൂടപ്പറപ്പുകളല്ലേ? നമ്മൾ കാണുന്ന ഒരു ന്യായമാണ്. സ്വന്തം സഹോദരനല്ലേ, സ്വന്തം സഹോദരിയല്ലേ? എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, സഹോദരന്റെ ഔറത്ത് സഹോദരിക്ക് കാണാൻ പറ്റുമോ? സഹോദരിയുടെ ഔറത്ത് സഹോദരന് കാണാൻ പറ്റുമോ? എന്തിനാ വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വന്തം വാപ്പയുടെ ഔറത്ത് കാണാൻ അല്ലാഹുവിന്റെ ദീൻ പറയുന്നുണ്ടോ? ഈ സഹോദരാ, നിനക്ക് നിന്റെ ഉമ്മ സ്വന്തം ഉമ്മയല്ലേ? ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ നമുക്ക് പാല് തന്ന് പോറ്റി വളർത്തിയ ഉമ്മയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണോ? വാപ്പയും ഉമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സെക്സ് പടം കാണുന്ന കാലമാ. ഇന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരു ഫിലിം ഒരു കൂടപ്പറപ്പിന് ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയുന്നതാണോ? ഒരു വാപ്പയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്നിട്ട് കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഫിലിമുണ്ടോ പെങ്ങളെ? എല്ലാ സെക്സാണ്, എല്ലാ പച്ചത്തെറിയാണ്. ഇതൊക്കെയാണ് ഇന്ന് കുടുംബസമേതം ഇരുന്ന് കാണുന്നത്. അവസാനം മക്കള് വൃത്തികെട്ട സ്വഭാവങ്ങൾ വരുമ്പോ മക്കള് സെക്സ് കാണുന്നു, മോശമായ ജീവിതം നയിക്കുന്നു. സങ്കടം പറയുന്ന ഉമ്മ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? എത്രത്തോളം സൂക്ഷിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. 40കാരനല്ല, 30കാരനല്ല, 20കാരനല്ല, 15കാരനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കള്. എങ്ങനാ മക്കളെ വളർത്തേണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കത്തില്ലെങ്കിൽ തല്ലണം. ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലിൽ തട്ടിയിട്ട് അനുവാദം ചോദിക്കണം. ഇല്ലാതെ കയറാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം ഈമാൻ നൽകുമാറാകട്ടെ. 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, പ്രായപൂർത്തിയാകാത്ത മക്കൾ. ഏതാ 3 സമയം? 1 വെളുപ്പകാലം, 1 സുബഹിയുടെ മുമ്പുള്ള സമയം, 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മക്കൾ റൂമിൽ കയറാൻ പാടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? ഈ 3 സമയത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി നമ്മളൊക്കെ കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. അങ്ങനെയല്ലേ ഉറങ്ങാം? നിങ്ങളെന്താ പാൻറ്റിട്ടാ ഉറങ്ങാ? ഇവിടെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ടല്ലേ കിടക്കണേ?
ആണോ അല്ലേ? അതിന്റെ കാശൊന്നും തരണ്ടല്ലോ, ആണോ അല്ലേ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് എന്താ? ഈ മുണ്ടെവിടാണ്. എടാ, നമ്മൾ ഉറങ്ങുമ്പോ ഉണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും, വെളിച്ചൊന്നും ഇട്ടില്ലല്ലോ. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് മുണ്ടെവിടെന്നാ. ആമിന പറയുന്നുണ്ട്, ദാ അടക്കണ ആക്കാ കട്ടിലടിയിലും കണ്ട എടുത്തങ്ങോട്ട് എടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് നിന്റെ റൂമിന്റെ അകത്തേക്ക് പ്രായപൂർത്തിയാകാത്ത മകനെങ്ങാനും കയറി വന്ന ഗോവക്കടപ്പുറത്ത് സായിപ്പ് അടക്കണമല്ല വാപ്പ കിടക്കണേ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വാപ്പ മുണ്ടില്ലാതെ കിടക്കണേ. നിങ്ങൾ ഇട്ടിരിക്കണ മാക്സിയുടെ കഥയൊന്നും ഞാൻ പറയൂല, നിങ്ങൾ ചിന്തിച്ചാ മതി. എടാ, നമ്മൾ ആ ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാ കിടക്കുന്നത് നമുക്കറിയില്ല. ആ സമയത്താണ് നമ്മുടെ മക്കള് കയറി വരുന്നതെങ്കിൽ വാപ്പയുടെ ഔറത്ത് മക്കള് കാണും, ഉമ്മയുടെ ഔറത്ത് മക്കള് കാണും. ഒന്നും തോന്നത്തില്ല കണ്ടാലും. എടാ, 40 വയസ്സുകാരന് തോന്നും. ഇപ്പൊ എന്റെ ഉമ്മാടെ ഔറത്ത് എനിക്കിപ്പൊ കണ്ടാൽ എനിക്കെന്തെങ്കിലും തോന്നും? നിങ്ങളുടെ വാപ്പയുടെ ഔറത്ത് കണ്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല. എന്നാലും അള്ളാഹു പറയും, ഉമ്മാടതാണെങ്കിലും വാപ്പാടതാണെങ്കിലും മക്കൾ കാണരുത്. ഇതാ ഖുർആൻ. അല്ലാഹു പറയുന്നു, സ്വന്തം വാപ്പയുടേതാകട്ടെ ഉമ്മയുടേതാകട്ടെ ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും കാണരുത്. പേടിക്കേണ്ടത് അവിടെയാ. പ്രായമുള്ളവൻ കണ്ടാലും കുഴപ്പമില്ല, മക്കൾ കാണാൻ പാടില്ല. കാരണം എന്തേ? ചുട്ടയിലെ ശീലം ചുടലവരെ ആ പിഞ്ചു മക്കളുടെ മനസ്സിലത് പതിയും. അവസാനം അവർ വഴിതെറ്റിപ്പോകാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതുകൊണ്ടാ ഖുർആൻ പറയുന്നത് കാണരുത്. പെങ്ങളെ, നിനക്കത് മനസ്സിലാവില്ല. നീ ബെഡ്റൂമിന്റെ വാതിൽ കുറ്റിയിട്ടിട്ട് അടുക്കതാ ബാത്റൂമിന്റെ അകത്ത് കയറി നീയും മക്കളും ഒരുമിച്ചാ കുളിക്കുന്നേ. കുഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നഗ്നയായി കുളിക്കുമ്പോൾ നിന്റെ മക്കളാണത് കാണുന്നത്. പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ. കാഞ്ഞ ബുദ്ധിയാടോ? ഇന്നത്തെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്കറിയാനിട്ടാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അറിയുമോ? ഇന്നത്തെ കുട്ടികളെ കുറിച്ച് ചിന്തിക്ക്. നമ്മളെ പോലെ ഒന്നുമല്ല, ഇറച്ചിക്കോഴിയെ പോലെ ആണെങ്കിലും വല്ലാത്ത ബുദ്ധിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾക്ക് നിനക്ക് ഫേസ്ബുക്ക് എന്താണെന്നറിയോ? ഇൻസ്റ്റാഗ്രാം എന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് വല്ലാത്ത ചിന്തയാടോ. ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത് എന്റെ ഫോണിൽ ഒരു വണ്ടിയുടെ പുതിയ വണ്ടിയുടെ ഫോട്ടോ വന്നു. ഒരു ചെറിയൊരു വണ്ടിയുടെ ഫോട്ടോ വന്നു. ഒരു പയ്യൻ അയച്ചു തന്ന അജ്മല്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, വണ്ടി കൊള്ളാൻ. ഉടനെ എന്റെ രണ്ടാമത്തെ മോൻ, പടച്ചവന് മോൻ ആ വണ്ടിയുടെ പേര് പറയും. എനിക്ക് പോലും അറിയത്തില്ല വണ്ടിയുടെ പേര്. ആ ചെറിയ മകൻ, എന്റെ മകൻ, അവൻ എന്നോട് പറയും, നീ ഇന്ന വണ്ടിയല്ലേ വാപ്പ? ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? അവ എനിക്ക് പറയാ, ഇതിനകത്ത് 2 സീറ്റേ ഉള്ളൂ വാപ്പ, ഇതിന് കോടികൾ കണക്കിന് രൂപ വിലയാണ്, ഇതിനൊക്കെ താങ്ങെ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. എനിക്ക് പോലും അറിയില്ല. എന്റെ മകൻ, രണ്ടാമത്തെ മകൻ, ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ കുട്ടികളുടെ വളർച്ച വല്ലാത്ത കാന ബുദ്ധിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. നല്ലതും ചിന്തിക്കും, മോശമായ കാര്യങ്ങളും ചിന്തിക്കും. പണ്ടൊരു ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുമ്പോ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു, ഖിയാമത്ത് നാളിന്റെ അടയാളം. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു, പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പെണ്ണുങ്ങൾ കൂടും, ആണുങ്ങൾ കുറയും. അന്നാണ് ഈ റോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്നത്. ഉസ്താദ് പറയുക, അവസാന കാലഘട്ടം വരുമ്പോ ഒരാണിന് 50 പെണ്ണുങ്ങൾ. ഇങ്ങനെയാണ് സെൻസസ്. അത്രത്തോളം കുറയും. 50 പെണ്ണുങ്ങൾക്ക് ഒരാണ് എന്ന രീതിയിൽ ഭൂമിയിൽ ആണുങ്ങളുടെ എണ്ണം കുറയും, പെണ്ണുങ്ങളുടെ എണ്ണം കൂടും. ഉസ്താദ് പറയുക, മക്കളെ, ഇന്ന് പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ പോകുന്നു, അന്ന് ആണുങ്ങളെ തേടി പെണ്ണുങ്ങൾ വരും. ഈമാനുള്ളവര് പെണ്ണുങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടും. ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ഒരു ചെറിയ പയ്യൻ പുറകിലെ ബെഞ്ചിൽ ഇരുന്നിട്ട് കൂട്ടുകാരനോട് പറയുക, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓൻ തന്റെ കൂട്ടുകാരനോട് പറയുന്നത്, 50 പെണ്ണുങ്ങൾ പുറകിൽ ഓടി വരുന്ന കാലം, അതാടാ കാലം. ഇതൊക്കെ എന്ത് കാലം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തമാശ പറഞ്ഞതല്ല. നമ്മുടെ മക്കളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. അവരുടെ മനസ്സിലേക്ക് അത് പതിയുകയാണ്. അവസാനം പടച്ചവനെ വഴിതെറ്റിപ്പോകാൻ അത് കാരണമാവുകയാണ്. അതുകൊണ്ട് പെങ്ങളെ, പടച്ചവനെ ദീന് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ചില സമയമുണ്ട്. മുടി കാണലല്ല, തല കാണലല്ല. പടച്ചവനെ, അടുക്കളയിലും വീടിന്റെ അകത്ത് നിനക്ക് പടച്ചവനെ ഇത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മക്കള് പടച്ചവനെ കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ, സ്വന്തം 15-കാരിയുടെ മുമ്പിലൂടെ പടച്ചവനെ 18ഉം 20ഉം വയസ്സുള്ളവൻ ഔറത്ത് തുറന്നു കിട്ടുകൊണ്ട് നടക്കുമ്പോ അവന്റെ പെടലിക്കൊന്ന് കൊടുക്കാൻ കഴിയണം വാപ്പാ. ഇനി മേലിൽ ഇത്
മരിച്ചു പോകരുത്. ഇവിടെ ഞാൻ മാത്രമല്ലടാ, നിന്റെ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. സ്വന്തം മകള് ഔറത്ത് പുറത്ത് കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമ്പോ പൊന്നുമോളോട് പറയണം, മോളെ ഇവിടെ വേറെയും ആൾക്കാരുണ്ട്, പടച്ചവനെ മാന്യമായ വസ്ത്രം ധരിക്കണം. നിനക്ക് ധരിക്കണമെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് കയറി ധരിച്ചോ, പടച്ചവനെ പുറത്തു വേണ്ട പറയാൻ കഴിയണമടോ. പക്ഷേ ഇന്ന് ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രവും ധരിച്ചുകൊണ്ടെന്ന് പുറത്തുകൂടെ നടക്കുകയാണ്. ഇതൊന്നും ഒരു പാപമല്ലടോ, ഇതൊന്നും പാപമായിട്ട് ആരും കാണുന്നില്ലടോ. ഇത് പറയുന്നവനെ പഴഞ്ചനാക്കുകയാണ്, ഇത് പറയുന്നവനെ മോശമാക്കുകയാണ്. നിങ്ങളെ ഹറാമാ പെണ്ണ്. ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു അന്യ പുരുഷനോട് നീ സലാം പറയാൻ പാടില്ല. പടച്ചവനെ മരിച്ച മയ്യത്ത് പോലും കാണാൻ പാടില്ല. ഒരന്യ പെണ്ണിന്റെ മയ്യത്ത് ഒരന്യ പുരുഷൻ കാണാൻ പാടില്ല. അന്യ പുരുഷന്റെ മയ്യത്ത് പോലും അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇതാണ് പടച്ചവനെ പരിശുദ്ധമായ ദീനിന്റെ നിയമം. ഇതാണ്. ഇത് പറയുന്നവനെ പരിഹസിക്കുകയാണ്, ഇത് പറയുന്നവനെ ഒറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുന്നു, മോളെ ഇത്തിരി നാണമൊക്കെ വേണം മങ്ങള്. ഉമ്മമാര് വയസ്സായില്ലേ, ഉമ്മമാര് മക്കളെ കെട്ടിക്കാൻ പ്രായമായില്ലേ, ആ ബോധമൊന്നും നിനക്കില്ലല്ലോ. സ്വന്തം മകളെ കെട്ടിച്ചാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഇന്നും 18കാരിയെ പോലെയാണ്. പടച്ചവനെ ഫർദയും ഹിജാബും ഇട്ട് നടക്കുന്ന പെണ്ണിന്റെ യഥാർത്ഥ കോലം കാണണോ? ഇന്ന് കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ ചെന്ന വീട്ടിലൊരു കല്യാണം വന്നാ പടച്ചവനെ പണ്ടത്തെ പോലെയൊന്നുമല്ലടോ. ഇന്ന് കല്യാണം പടച്ചവനെ മൈലാഞ്ചി കല്യാണം മാത്രമല്ല, അറബി കല്യാണമുണ്ട്. അറബികളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉമ്മമാരിറങ്ങുകയാ. പടച്ചവനെ അറബികളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നത്തെ സമുദായം ഇറങ്ങുകയാണ്. അതാ മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, അവസാനം ഒടുക്കത്തെ കല്യാണം. എന്തൊക്കെ പേക്കൂത്തുകളാടോ, എന്തൊക്കെ പേക്കൂത്തുകളാടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കാറ്റിപ്പറത്തിയിട്ട് തോന്നിവാസം കാണിക്കുമ്പോ, ആർഭാടം കാണിക്കുമ്പോ മക്കളെ എല്ലാം കാണുന്ന ഒരു റബ്ബ് മുകളിലുണ്ടെന്നുള്ള ചിന്ത വേട്. അഹങ്കരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആവശ്യത്തിന് വേണം, അമിതമായാൽ അമൃതവും വിഷമാ. മോളെ പടച്ചറപ്പെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തോന്നിവാസമൊക്കെ കാണിക്കുമ്പോ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആഘോഷമെല്ലാം കഴിയുമ്പോ തിരിച്ചങ്ങോട്ട് തന്നെ പോകേണ്ടവളാണെന്നുള്ള ചിന്ത നിനക്ക് വേട്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് സഹോദരങ്ങളോട് പറയുകയാ, ലജ്ജയെന്ന് പറയുന്ന സ്വഭാവം നല്ലതാ. പടച്ചവനെ ചിലര് പറയാറുണ്ട്, ഇവന് വല്ലാത്ത നാണവാ ഉസ്താദ്, ഇവൻ ആരോടും മിണ്ടാറില്ല, പെണ്ണുങ്ങളുടെ അടുക്കൽ പോകാറില്ല ഉസ്താദേ, ഇവൾക്ക് വല്ലാത്ത നാണമാണ്, ഇവളെ ഫോട്ടോ എടുക്കാൻ നിക്കത്തില്ല, ഒരു കല്യാണ വീട്ടിൽ വിളിച്ചാ വരത്തില്ല, ഫർദ ഊരാൻ പറഞ്ഞാൽ ഊരില്ല, ഇവൾക്ക് നാണമാണെന്ന് കളിയാക്കുന്ന ഉമ്മമാരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ കടന്നു വരുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഇവന് വല്ലാത്ത നാണമാ നബിയേ, ഇവൻ ആരോടും അധികം സംസാരിക്കാറില്ല, പൊതുവേദികളിൽ പൊതുസ്ഥലങ്ങളിൽ വരാറില്ല, ഇവന് വല്ലാത്ത നാണമാണെന്ന് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, അവനെ വിട്ടേക്കാനാണ്, അവനെ വിട്ടേക്കാനാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? എല്ലാവർക്കും ലജ്ജയുണ്ടാകില്ല, എല്ലാവർക്കും ലജ്ജയുണ്ടാകില്ല, അത് ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു ഗുണമാണോ? അത് ഈമാനുള്ളവന്റെ അടയാളമാണ്. അവന് ലജ്ജയുണ്ടാകും, അവന് നാണമുണ്ടാകും. അതിന്റെ പേരിൽ മകനെ കുറ്റപ്പെടുത്തണ്ട, അതിന്റെ പേരിൽ മകളെ കുറ്റപ്പെടുത്തണ്ട. നീ ഉടുതുണിഞ്ഞിട്ട് നടന്നോ, പൊന്നുമോളെ പിടപ്പിക്കല്ലേ ഉമ്മ, പൊന്നുമോളെ നരകത്തിൽ കൊണ്ടുപോകല്ലേ ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലജ്ജയെന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ലജ്ജയെന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ അടയാളമാണ്, ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. അതുകൊണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഹറാമുകളെ സൂക്ഷിക്കണോ. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവര്, ആരുമറിയാതെ റൂമിന്റെ അകത്ത് കയറി വാതിലടച്ച് സെക്സ് വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തേ, അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? ഈ ഹറാമ് കണ്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ അകത്ത് അല്ലാഹു നരകത്തിന്റെ ഈയമുണ്ടല്ലോ, അത് ഉരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കണ്ണിന്റെ അകത്ത് നരകത്തിനാലുള്ള ഈയം അല്ലാഹു ഉരുക്കി ഒഴിക്കും ഹറാമ് കണ്ട കണ്ണുകൾക്ക്. അതുകൊണ്ട് പടച്ചവനെ കാണാ ഭാഗ്യമുണ്ടാകില്ല, സ്വർഗം കാണാ ഭാഗ്യമുണ്ടാകില്ല, നിബിധങ്ങളെ കാണാ ഭാഗ്യമുണ്ടാകില്ല. പടച്ചവനെ വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരോട്, മക്കളെ ഒരു നിമിഷമൊന്ന് ചിന്തിക്കടാ. ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും കാണേണ്ടത് ഇതേ കണ്ണുകൊണ്ടാ ചെറുപ്പക്കാരാ, പെങ്ങളെ. ഇതേ കണ്ണുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് സ്വർഗം കാണേണ്ടത്. ഇതേ കണ്ണുകൊണ്ടാ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ കാണേണ്ടത് ഇതേ കണ്ണുകൊണ്ടാ മോള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അത് സാധാരണ ഒരു പാപമല്ല. ഹറാമ് കാണുന്നത് സാധാരണ ഒരു തെറ്റല്ല, ആഖിബത്ത് പോലും മോശമായി പോകുന്ന പാപമാ. പടച്ചവനെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ജ്യേഷ്ഠന്റെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ, ഇനി ഈമാനുള്ള മരണം തരണേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരനെ കാണുകയാണ്. മഹാനവറുകളെ തവാഫ് കഴിഞ്ഞു ഒറ്റയ്ക്കിരിക്കുമ്പോ ഈ കരഞ്ഞു ദുആ ചെയ്ത മനുഷ്യനെ ഒന്ന് കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, മോനെ, നീ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് സ്വർഗമല്ല ചോദിച്ചത്, നീ അല്ലാഹുവോട് പറയുന്നത് നിന്റെ സഹോദരന്റെ ഗതി നിനക്ക് വരുത്തരുതെന്നാണ്. എന്താണ് മോനെ, പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു, എന്റെ സഹോദരൻ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അവസാനം മരണമെടുത്തപ്പോ എന്നോട് പറഞ്ഞ ഖുർആൻ എടുത്തുകൊണ്ട് കൊടുക്കാൻ ഞാൻ വിചാരിച്ചു, പടച്ചവനെ, ഖുർആനോദി മരിക്കാനായിരിക്കും. ഒരുപാട് ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് കയ്യിലേക്ക് കൊടുക്കുമ്പോ അവിടുന്ന് വലിച്ചെറിയുകയാണ്. പടച്ചവനെ, സകാദത്ത് കരിമ പറഞ്ഞു കൊടുത്തപ്പോ പോടാ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. റബ്ബേ, എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമാ, ഈമാനില്ലാതെയാ മരിച്ചുപോയത്. എന്തു പറ്റിയെന്നറിയില്ല തങ്ങള്, എന്താണ് സംഭവം എന്നറിയില്ല. മഹാനവറുകൾ ചോദിച്ചു, നിസ്കരിക്കുമായിരുന്നോ? സദഖ കൊടുക്കുമായിരുന്നോ? ഒരുപാട് നന്മകൾ ചെയ്യുമായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. മഹാനവറുകൾ ചോദിച്ചു, മോനെ, നിന്റെ ഈ കാനു വല്ല ദുസ്വഭാവവും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ദുശീലമുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമായിരുന്നോ? അവിടെന്ന് പറഞ്ഞു, തങ്ങളെ, അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അല്ലാഹുവേ, അതുകൊണ്ടാണ് ആഖിബത്ത് മോശമായി പോയത്. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളും ഇതുപോലെ ഒരുപാട് കാണുന്നവരാ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ
ഞങ്ങളുടെ അവസാനം നന്നാക്കണേ അല്ലാ. പടച്ചവനെ ഈമാനില്ലാതെ മരിച്ചു പോകുന്നൊരവസ്ഥ, അല്ലാഹുവേ ഷഹാദത്ത് കലിമ പറയാൻ കഴിയാതെ നാണം കെട്ടുകൊണ്ട് മരിച്ചു പോകുന്നൊരവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് സഹചാരി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പാപങ്ങൾക്കും യതീമീങ്ങൾക്കും രോഗികൾക്കും വേണ്ടി ഒരുപാട് സഹായിക്കുന്നവരാണ്. ഈ മക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാണ്. എല്ലാവരും പറച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കണോ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്കൂ. ഒരാളും വെറുതെ കൊടുക്കണ്ട. ഈ മക്കൾക്ക് വീട് വെക്കാനല്ല, അവരുടെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവർക്ക് തിന്നാനല്ല. ഈ നാട്ടിൽ ആരാരുമില്ലാത്ത പാവപ്പെട്ട രോഗികൾക്കൊരു താങ്ങാകാൻ, ഒരു തണലാകാൻ ആ മക്കൾ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. വെറുതെ കൊടുക്കണ്ട. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാട്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാട്. ഏത് അപകടങ്ങളെയും തട്ടിമാറ്റുമടോ, ഏത് ദുരന്തങ്ങളെയും തട്ടിമാറ്റുമടോ. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റുകയാണ്. ഏത് രോഗത്തെയും കരിക്കാൻ സദഖയ്ക്ക് പവറുണ്ട് സഹോദരാ. വഴുത കേൾക്കുന്ന ഉമ്മമാര്, ഉസ്താദേ രോഗമാണ്, വേദന മാറുന്നില്ല, ഒരുപാട് മരുന്ന് കഴിച്ചു, സങ്കടം പറയുന്ന ഉമ്മ, ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. നിബിധങ്ങളാണ് പറയുന്നത്, ലോകത്തിന്റെ നേതാവാണ് പറയുന്നത്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്ന അവന് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 10 ലക്ഷം രൂപ മുടക്കിയാലും മാറാത്ത രോഗം മാറ്റാൻ ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്താൽ അത് മാറുമെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 200-300 രൂപയാണ് ഫീസ്. ഏറ്റവും കുറഞ്ഞതാ സഹോദരാ. മക്കളെ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്ക്. ഇത് സാധാരണ രാത്രിയല്ല, ഇത് സാധാരണ രാത്രിയല്ല, ഇത് ശഅബാൻ 15ന്റെ രാത്രിയാ. മറക്കല്ലേ. അല്ലാഹുവേ ഈ മനസ്സ് കൊടുക്കണേ അല്ലാ, മനസ്സ് കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. ബക്കറ്റുമായിട്ട് പോയി ചങ്ങാതി എന്ത് പതുക്കെ പോടാനിയാ. നിനക്ക് സ്വർഗത്തിൽ ബക്കറ്റ് കൊണ്ടുപോകുന്നവൻ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അവന് നാണം ഉണ്ടാകാൻ പാടില്ല. ലജ്ജയില്ലാത്തവനെ പിരിക്കാൻ പോകാം. ലജ്ജയില്ലാത്തവൻ വേണം പിരിക്കാൻ പോകാം. കാരണം എന്തേ, നിനക്ക് പെങ്ങളെ കെട്ടിക്കാനൊന്നും അല്ല, ധൈര്യമായിട്ട് പിരിച്ചോടാ. എല്ലാവരുടെ മുമ്പിൽ 2 മിനിറ്റ് നിൽക്കും. പൈസയൊക്കെ ഇറങ്ങി വരണമെങ്കിൽ ഇത്തിരി താമസമോ, ഇത്തിരി മേടിച്ചോ. അല്ലാഹു പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഒരാളെ ഉള്ളോടാ, ഒരാളെ ഉള്ളോ? പെണ്ണുങ്ങളുടെ ഭാഗത്തും പൊക്കോ, വല്ല സ്വർണ്ണം ഇട്ടാലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കോടീശ്വരിമാര് മൊത്തം അക്കരക്കിരിക്കുക. 1.25 ലക്ഷം ഒരു പവന്. പടച്ചോന് കോടീശ്വരിമാരാ. പണ്ട് ഭർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് ഇക്ക റീചാർജ് ചെയ്യണം, എന്തുവായിരുന്നു. ഇപ്പൊ ഇക്ക അങ്ങോട്ട് പോണം, ആമിന ഒരു മോതിരം താടിയെന്ന്. കാലം പോയ പോക്ക് നോക്കടാ. പണ്ട് ആണുങ്ങളെ തേടി പെണ്ണുങ്ങൾ വന്നിട്ട് പറയിക്കാൻ എന്തെങ്കിലും ഒന്ന് റീചാർജ് ചെയ്യാനൊക്കെ ഒരു ചുരിദാർ വാങ്ങിത്തയക്കാം. ഓ അയാളുടെ പവർ കാണണം. പ്രധാനമന്ത്രിയെ പോരാ, എന്നാ പോരെന്നറിയോ, ബഡ്ജറ്റ് പ്രഖ്യാപിച്ച പോലെ ഒന്നുമില്ല ഇപ്പൊ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിലും ആമിനടുത്ത് പോകുന്നു, ആമിനയുടെ പവർ കാണണം. മോതിരം എന്റെ ഉപ്പച്ചി തന്നെയാ, ഞാൻ തരില്ല. എന്താ അവസ്ഥ ഇല്ലേ? അല്ലാഹു ആയിരം പടച്ച. പെണ്ണുങ്ങളുടെയൊക്കെ സ്വർണം വാങ്ങുമ്പോ അനുവാദം വേണം കേട്ടോ, ചോദിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. പെണ്ണിന്റെ സ്വർണ്ണമൊക്കെ ചോദിച്ചിട്ട് വേണം, അല്ലാതെ എടുക്കാൻ പാടില്ല. എന്റേതാന്ന് പറഞ്ഞെടുക്കാനൊന്നും പാടില്ല. അവൾ ഉപ്പ കൊടുത്തതാ. പെണ്ണുമ്പുരയുടെ സ്വർണ്ണം ചോദിക്കാതെ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ചോദിക്കാതെ എടുക്കാൻ പറ്റുമോ? ഇല്ല.
ചോദിക്കാതെ എടുക്കാൻ പറ്റില്ല. കാരണം എന്തെന്നറിയോ, ബന്ധം ഒഴിഞ്ഞു പോകുമ്പോ ഇവള് പറയും ഞാൻ 50 പവനുമായിട്ടാ വന്ന് തിരിച്ചു വേണോ പറയാറുണ്ടോ? ഭാര്യയും ഭർത്താവും പിരിയുന്ന സമയത്ത് പറയാറുണ്ടോ ഞാൻ വന്നപ്പോ 50 പവനും കൊണ്ട് വന്നാ വേണം തിരിച്ചു തരാൻ? അതാ അവർക്കുള്ളതാ അത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കണ്ട, വല്ലപ്പോഴും കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ മഹാനായ ഉസ്മാന് തങ്ങളുടെ ഒന്നാമത്തെ ഗുണം ലജ്ജയുണ്ടായിരുന്നു, വല്ലാത്ത നാണം. അതിന്റെ 4-ൽ 1 നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ഗുണമെന്താ? ഉസ്മാന് തങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? ഉസ്മാന് തങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പടച്ചവനെ വല്ലാത്ത പേടിയായിരുന്നു. ഉസ്മാന് തങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? പടച്ച റബ്ബിനെ വല്ലാത്ത പേടിച്ചു ജീവിച്ച സ്വഹാബിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാന് തങ്ങൾ ഖബർ കാണുമ്പോ കരയുമായിരുന്നു, ഖബറിനെ കുറിച്ച് പറയുമ്പോ വല്ലാതെ കരയുമായിരുന്നു. ഉസ്മാന് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ഖബർ കാണുമ്പോഴാണ്, നരകം പറയുമ്പോഴല്ല. സഹാബത്ത് ചോദിച്ചു, തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മഹ്ശർ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്ത് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, നരകം പറയുമ്പോൾ ഇങ്ങനെ കരയാറില്ല. എന്തുകൊണ്ടാണ്? ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, ഖബർ കാണുമ്പോ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ. എന്തിനാണ് കരയുന്നതെന്ന് ഉസ്മാന് തങ്ങളോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരയണം മോനെ. ഖബറിനെ കുറിച്ച് പറയുമ്പോ, ഖബർ കാണുമ്പോ കരയണം ചെറുപ്പക്കാരാ. കാരണം എന്തെന്നറിയോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണ്, ഖബർ കണ്ടാ കരയണ്. ഉസ്മാന് തങ്ങളുടെ ഖബർ കാണുമ്പോ കരയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. നീയും ഞാനും ഒന്ന് ചിന്തിക്ക്. പടച്ചവനെ, ലക്ഷങ്ങളെ ചെലവഴിച്ചു പണിതിരിക്കുന്ന കൊട്ടാരം പോലെയുള്ള വീടിന്റെ അകത്ത് ഒറ്റയ്ക്കും തിരിക്കാൻ പറ്റുമോ? വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് നീ ആ വീടിന്റെ അകത്ത് നിനക്കൊന്ന് താമസിക്കാൻ പറ്റുമോ? പടച്ചവനെ, നമ്മളെ കൊണ്ട് കഴിയില്ലടോ. പെങ്ങളെ, ധൈര്യമുണ്ടോ മോള്? ആരുമില്ലാതെ ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്റെ വീടിന്റെ അകത്തിരിക്കാൻ നമുക്കങ്ങനെ ഇരുന്ന് ശീലമില്ലടോ. ഞാൻ ജീവിക്കുകയാണ് ദുനിയാവിൽ. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, കൂടപ്പറപ്പുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ എല്ലാവരും എന്റെ കൂടെയുണ്ട്. ഇനി നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, യഹ്യാ നബിയും, ഈസാ നബിയും, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മസ്റയിൽ സിറാജ് ഒറ്റയ്ക്കല്ല, അവിടെ എല്ലാവരും ഉണ്ടടോ. ഇനി ഞാൻ സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിൽ ഞാൻ മാത്രമല്ല, സ്വർഗവാസികൾ മുഴുവനുമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവനെങ്ങാണമെന്ന നരകത്തിലിട്ട, നരകത്തിലെ അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഖാറൂനും നമ്രൂദും ഫിർഔനും ഹാമാനും അബൂജഹലും ഉൾപ്പെടെ ഒരുപാട് പേര് നരകത്തിലുമുണ്ട്. എവിടെ പോയാലും ആളുണ്ടടോ, നമ്മൾ എവിടെ പോയാലും ആളുണ്ട്. എന്നാ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താടാ ചെറുപ്പക്കാരാ. പെങ്ങളെ,
ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം ഖബറാണ്. ഖിയാമത്ത് നാൾ വരെ കിടക്കണം പെങ്ങള്. കൊല്ലങ്ങളായി കിടക്കുന്നവരുണ്ടോ? ഖിയാമത്ത് നാൾ വരെ നമ്മൾ അതിനകത്ത് പോയി ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. പള്ളിപ്പറമ്പിൽ പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ചു പറയുന്നു, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ ഇരുളിന്റെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ ഇരുട്ടറയാണ്. പടച്ചവനെ പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ചു പറയുന്ന സഹോദരാ, ഖബറിന് നാവുണ്ടടോ. ഞാൻ പറയുന്നത് പോലെ, എനിക്ക് നാവുള്ളത് പോലെ, നിങ്ങൾക്ക് നാവുള്ളത് പോലെ ഖബറിനും നാവുണ്ട് സഹോദരാ. കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ പോരായ്മയാ. ഖബറങ്കാട്ടിൽ പോകുന്നവരോട് ഖബർ സംസാരിക്കുമടോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും മടങ്ങിപ്പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. വരുന്നില്ലേ തങ്ങള്, വരുന്നില്ലേ തങ്ങള്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പോകാറ്. എല്ലാവരും പോയി. എന്തിനാ തങ്ങളെ ഇവിടെ നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി. ഇനി എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാ. എന്നിട്ടൊരു പഴയ ഖബറിന്റെ ചാരത്തു ചെന്നു. മിണ്ടാതെ നിന്ന് കരയുകയാണ്, മിണ്ടാതെ നിന്ന് കരയുകയാണ്. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ നിന്ന് കരയുന്നത് കണ്ടപ്പോ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തേ മിണ്ടാതെ നിൽക്കുന്നത്? എന്തേ ഒന്നും ചോദിക്കാനില്ല? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? എങ്ങനെയാണ് ഞാനൊരു മയ്യത്തിനോട് പെരുമാറുന്നതെന്ന് നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എങ്ങനെയാ ഖബറ്, എങ്ങനെയാ ഖബറ്? ഖബർ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മസഖത്തുൽ അഖ്ഫാർ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതു ലഹുമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടഞ്ഞ് താഴെ വീഴുകയാ. ഒരു ഖബർ എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് അവിടെ നിന്ന് വിശദീകരിക്കാൻ തുടങ്ങുമ്പോ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ വീഴുകയാ. പറയല്ലേ, പറയല്ലേ. പടച്ചവനെ, ഖബറിന്റെ മുകളിൽ കിടന്ന് തേങ്ങി തേങ്ങി കരയുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, രക്ഷപ്പെടണോ, ഈ ഖബറങ്കാട്ടിൽ രക്ഷപ്പെടണോ. അല്ലദുല്ലുക അലാ അഖ്ഫാനിൽ അതുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ, ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അത് ഖബറാടാ ചെറുപ്പക്കാരാ. എല്ലാവരും വരുമടാ, എല്ലാവരും വരുമോരെ. പള്ളിയിൽ നിന്ന് നിന്റെ വീട്ടിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുമ്പോൾ അതാ പകുതി പേരവിടെ നിന്ന് പിരിയുകയാണ്. പിന്നെ കുറച്ചു പേര് നിന്റെ കൂടെ വന്നോ. പള്ളിയിൽ കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ. അവിടെ നിന്നും കുറച്ചു പേര് പിരിയുകയാ. നിന്റെ ജനാസ കൊണ്ടുപോയി ഖബറിലിറക്കി വെച്ചു. അല്ലാഹുവേ, അതാ മണ്ണുവാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണ് വാരിയിട്ട് കഴിയുമ്പോ അവിടെ നിന്ന് പിന്നെ എല്ലാവരും പോവുകയാണ്. അവസാനം എല്ലാരും പറയുന്നു, അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകും. മോനെ, ഒറ്റയ്ക്കാ മോനെ, ഒറ്റയ്ക്കാ മോനെ. അവിടെ എങ്ങാണ് ഒരു മനുഷ്യനെ പരാജയപ്പെട്ടാൽ അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അവിടെ രക്ഷപ്പെടുന്നവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെടുന്നവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്.
പടച്ചവനെ അതുകൊണ്ടാണ് ഉമർ തങ്ങളുടെ കഥാ ഉസ്മാൻ തങ്ങളുടെ കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല. പ്രായം വേണ്ട, രോഗം വേണ്ട, ഒന്നും വേണ്ട, നിന്ന നിപ്പിന് മനുഷ്യന്മാര് വീണ് മരിച്ചു പോവുകയാണ്. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش ظهرا على ظهري. പടച്ചവനെ രാവിലെ എഴുന്നേക്കുന്നവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകുന്നേരം കടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ നിന്ന് നിപ്പിന് ജനങ്ങൾ വീണ് മരിച്ചു പോവുകയാണ്. മരിക്കുമെന്ന് കരുതിയവർ ഒരുപാട് കാലം ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. എല്ലാം കാണുന്ന ഒരു പടച്ചറപ്പുണ്ടെന്നുള്ള ചിന്തയോടെ ജീവിക്കൂ. അഹങ്കാരവും ധിക്കാരവും നന്ദികേടുമെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റൂ. എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. ചെറുപ്പക്കാരാ, വേണ്ടടാ മോനെ, സ്വഭാവങ്ങൾ മുഴുവനും ഒഴിവാക്കൂ. പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഇത് സാധാരണ ഒരു മാസമല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് വശഅബാനു ശഹ്രീ, തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ, തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ, ജനങ്ങൾ മറന്നു പോകുന്ന ശഅബാൻ, റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ശഅബാൻ ജനങ്ങൾ മറന്നു പോകുമെന്ന് മുത്തുനബി പറഞ്ഞ മാസമാണ്. നന്മകൾ ചെയ്യടാ ചെറുപ്പക്കാരാ, പെങ്ങളെ ഒരുങ്ങു പൊന്നുമോള്. റജബ് മാസമെത്തുമ്പോൾ പണ്ടത്തെ ഉമ്മമാര് വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കുകയാ, ചെലന്ത് വിലയടിച്ച് കളയുകയാണ്, ആവശ്യമില്ലാത്തത് മുഴുവനും ഒഴിവാക്കുകയാണ്, പരിസരം മുഴുവനും വൃത്തിയാക്കുകയാണ്. എന്തേ ഉമ്മ, കല്യാണം വല്ലവും വരുന്നുണ്ടോ? ഇല്ല മോളെ, റമദാൻ വരുന്നു മോളെ. റജബെത്തിയപ്പോഴേ വീടും പരിസരവും മുഴുവനും ഒരുക്കിയ ഉമ്മ, ആ ഉമ്മയുടെ മകളായ നീ ഇന്ന് ശഅബാൻ 15 എന്തൊരുങ്ങി പെങ്ങള്, എന്ത് തയ്യാറായി പെങ്ങള്. മോളെ, ഇത് സാധാരണ മാസമല്ല, കളിയും തമാശയും ഒഴിവാക്കൂ. പടച്ചവനെ, റമദാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. ഒരാഴ്ച പോകുന്നത് പോലെ ഈ ദിനങ്ങളങ്ങ് കഴിഞ്ഞു പോവുകയാണ്. റമദാൻ പെട്ടെന്ന് വരുമടോ, റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. മനസ്സും ശരീരവും ശുദ്ധമാക്കൂ. നിമിതങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ച മാസമാണല്ലോ, ഒരുപാട് നന്മകൾ ചെയ്ത മാസമാണല്ലോ. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോ വല്ലാതെ ഭയപ്പെടണേ. ഇത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കൂ, നന്മകൾ അധികമായിട്ട് ചെയ്യൂ, 5 നേരം നിസ്കരിക്കൂ, മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. അല്ലാഹുവേ, തറാവീഹ് നിസ്കരിക്കേണ്ടവരാണ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് ശരീരത്തിനെയും നഫ്സിനെയും പരിധിയിലേക്ക് കൊണ്ടുവാ. പടച്ചവനെ, തഹജ്ജുദ് നിസ്കരിക്കൂ, ദുആ നിസ്കരിക്കൂ, തസ്ബീഹ് നിസ്കരിക്കൂ, ഓരോ വഖത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യൂ. ദിക്റുകളും സ്വലാത്തുകളും പറ. പെങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് ഓരോ നോമ്പ് പിടിക്കൂ. ശരീരത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. റമദാൻ കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, വല്ലാത്ത സ്വഭാവമാണോ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ എന്തും കൊടുക്കാൻ മനസ്സുള്ള സഹാബിയാ, എന്ത് ചോദിച്ചാലും കൊടുക്കുമടോ. തന്റെ മുമ്പിൽ വരുന്ന ഒരാളെയും ഉസ്മാൻ തങ്ങൾ വെറും കൈയോടെ മടക്കാറില്ല. പടച്ചവനെ, അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയില് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന മജ്ലിസിലാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആരാ ഉള്ളത്?
അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ സഞ്ചരിക്കാൻ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ. അതാ 100 ഒട്ടകങ്ങളും 100 കട്ടിലും ഞാൻ തരാ. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇനി ആരാവുള്ളത്? ഇനി ആരാവുള്ളത്? ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇനി ആരാവുള്ളത്? അപ്പോഴും ഉസ്മാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 300 ഒട്ടകങ്ങളെ തരാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ചോദിക്കുന്നത് നിർത്തിയടോ. നബി തങ്ങൾ ചോദിക്കുന്നത് നിർത്തി. നബി തങ്ങൾ എങ്ങാണ് ചോദിച്ചിരുന്നെങ്കിൽ സഹാബത്ത് പറയുകയാ, തന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു, തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു. അത് ഉസ്മാൻ തങ്ങളുടെ ഒരു പ്രത്യേകതയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സഹാബാ. ഉസ്മാൻ തങ്ങൾ കൊടുത്തത് എന്തെന്നറിയുമോ? 950 ഒട്ടകങ്ങളെയാ. 950 ഒട്ടകങ്ങള്, അതാ 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങള്. എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. പെങ്ങളെ, റോമക്കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. യഹൂദിയുടെ കയ്യിലാ. മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാ സമ്മതം കൊടുക്കൂല. നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, ആരാ ഒരു കിണർ വേണം സ്വഹാബ? കൊടുക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കിണർ തരുമെന്ന് പറയുമ്പോ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു യഹൂദിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെന്ന് ചോദിച്ചു, ഈ കിണർ എനിക്ക് വേണം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. യഹൂദി തമാശയോട് പറഞ്ഞു, 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാം. കൊടുക്കാൻ പറഞ്ഞതല്ലടോ, അത്രയും വിലയില്ലടോ. എന്നാലും ചുമ്മാതെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ തരുമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, ഉസ്മാനേ, 35,000 വെള്ളി നാണയം തരുമോ ഉസ്മാൻ? ഉസ്മാൻ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. യഹൂദിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എനിക്ക് സ്വർഗത്തിലൊരു കിണർ വാങ്ങി തന്നല്ലോ അല്ലാഹുവേ. 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയടോ. എന്നിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നബിയേ, കിണർ വാങ്ങി നബിയേ, ഞാനതാ ഹദിയ ചെയ്യുന്നു നബിയേ, ആർക്ക് വേണമെങ്കിലും വെള്ളം കോരാ നബിയേ. നിങ്ങളെ ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകതയതാ മോള്. പക്ഷേ നിങ്ങളോട് ചോദിച്ചാ, പണ്ടത്തെ പെണ്ണുങ്ങൾ വാതിന്റെ മദ്രസിൽ പോയാ, സ്ഥാപനങ്ങളും കോളേജുകളും യതീംഖാനകളും പടച്ചവനെ പള്ളികളും ഏത് കാര്യത്തിന് ചോദിച്ചാലും പെണ്ണുങ്ങൾ ഊരി തരുമായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾ മാറിപ്പോയടോ. ആണുങ്ങളും പടച്ചവര് ഒരു വട്ടം കൊടുത്താ പിന്നെ കൊടുക്കാറില്ല. ഉസ്താദേ, ഞാൻ തന്നതാണല്ലോ, ഞാൻ സഹായിച്ചതാണല്ലോ. നമ്മൾ പറയുന്ന ഒരു ന്യായമാടോ? ഇടാ, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയില്ല, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല. കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വാരിത്തരികയാണ്, കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയാണ്. അത് നീ ആദ്യം മനസ്സിലാക്ക്. സദഖ കൊടുത്ത ഒരു മനുഷ്യനും ദരിദ്രനായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വർദ്ധിപ്പിക്കുകയാണ്. നിന്റെ വീട്ടിലൊരു കിണറുണ്ടല്ലോ, നീ ഒരു കൊല്ലം വെള്ളം കോരാതെ അടച്ചിട്ട് നോക്ക്, ഒരിക്കലും കിണർ നിറയാറില്ല, കിണറിൽ വെള്ളം കൂടാറില്ല. പക്ഷേ കോരി നോക്ക്, കോരുന്നതിനനുസരിച്ച് അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയാ. സദഖ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലാതെ നശിപ്പിച്ച് കളയുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ള സ്വഹാബിയാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ്. പക്ഷേ നമ്മളിൽ പലർക്കും ആ സ്വഭാവമില്ല.
നമ്മളിൽ പലർക്കും നബിതങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ആദ്യം 100, പിന്നെ 200, പിന്നെ 300. നമ്മൾ ആദ്യം 100 കൊടുത്താ പിന്നെ 50, പിന്നെ 25 താഴോട്ടാ. ഉസ്മാൻ റളിയല്ലാഹു തആല ചോദിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ നോക്കിക്കേ, നമ്മൾ ഇന്ന് ആരെങ്കിലും എടുത്ത് ചോദിക്കാൻ പോയാ പടച്ചവനെ സത്യത്തിൽ പിരിവിന് പോകുമ്പോ ഇത്തിരി പൈസ പോക്കറ്റിൽ വെച്ചോണ്ട് പോകണം. കാരണം എന്തേ, ഏത് കോടീശ്വരന്റെ വീട്ടിൽ പോയാലും ഓന്റെ ദാരിദ്ര്യം കേൾക്കണം. അല്ലാഹു നമുക്ക് മന്ദിരമാറാകട്ടെ. ഇങ്ങോട്ട് പോയാൽ ഉടനെ പഴയതുപോലെ ഇല്ല, കച്ചവടമില്ല. അത് നിന്നോട് ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചു? എടാ ഉണ്ടെങ്കിൽ തായില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ തായില്ലെങ്കിലില്ല. 5000 രൂപയുള്ളൂ, അത് മതി. നീ എന്തിനാ കള്ളത്തരം പറയുന്നത്? എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ ഇങ്ങനെ പറയുക, ബുദ്ധിമുട്ടാ, പ്രയാസം, എന്തിനാ? ഉള്ളത് കൊടുക്കില്ലെങ്കിലില്ല. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളെ സഹായിക്ക്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക.